ോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ മൈസൂർ റോഡ് അത് ബാംഗ്ലൂരിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ബന്ദിപ്പൂർ റോഡ് വഴിയാണ് പോകണം. നമ്മൾ കാട്ടിക്കൂടെ ഒരു യാത്ര, അതാണ് ഇന്നത്തെ സത്യം പറഞ്ഞാൽ. അത് തന്നെയാണ് നല്ല എൻജോയ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. കാരണം ചുരം, നാട് കാണി ചുരം, ആ ഹെയർ പിന്നൊക്കെ അതായിരിക്കുന്നു ഒരു കുരങ്ങൻ, അതിനെയും കണ്ടുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അതിൽ എത്രത്തോളം ആനകളെ കാണും, കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. ഇതിപ്പോൾ നമ്മൾ നിലമ്പൂർ വഴിയാണ് കേട്ടോ പോണത്. നിലമ്പൂർ, നാടുകാണി, ഗുഡല്ലൂർ, അങ്ങനെ നീലഗിരിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് പോണത്. അപ്പോൾ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടോ. നിലമ്പൂർ കാട്ടിലൂടെയുള്ള യാത്രയാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല ഭംഗിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് മുമ്പ് വന്ന മഴയൊക്കെ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് പ്രാവശ്യം കൂടി നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട്, അത് പെൻഡിങ്ങിലിരുന്ന് ഞാനത് ഇടാൻ മറന്നു പോയതാണ്. ഇടാൻ പറ്റിയിരുന്നില്ല, സമയം കിട്ടിയിരുന്നില്ല, കുറേ കാര്യങ്ങളൊക്കെ ഇത് കാരണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എത്ര കാണാനും മതി വരില്ല. നല്ല രണ്ട് വശത്തും നല്ല കാടല്ലേ, നല്ല മരങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ പോണ സമയത്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്രഷ് എയറൊക്കെ കൊള്ളുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു യാത്ര പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പോയ ആൾക്കാർക്കും അങ്ങനെ പോയിട്ടില്ലാത്തവർ പോയി അനുഭവിക്കുക തന്നെ വേണം കേട്ടോ. നല്ല രസം. ഞാൻ പറയുമ്പോഴൊന്നും മനസ്സിലാവില്ല, നമ്മളത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുത്ത കാറ്റ്, നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും പറഞ്ഞ പോലെ എല്ലാം നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു സുഖമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഫ്രഷ് ഫീൽ കിട്ടും അല്ലേ. നമ്മൾ ഒരുപാട് ടെൻഷൻ, ഈ ജോലി തിരക്ക് അതന്നെയല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇതെന്നൊക്കെ റിലാക്സേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെയാണ് ജോലിയിൽ അടുക്കള പണി, അത് ഇത് കുട്ടികളെ പഠിപ്പിക്കൽ, എല്ലാവർക്കും ഒരു റിലാക്സേഷനാണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് കുഴപ്പമുമ്പോൾ. ഇപ്പം ഞങ്ങൾ അവിടെ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ടൗണാണ് കേട്ടോ. നിലമ്പൂർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ നാടുകാണി ചുരം വഴിയൊക്കെ അങ്ങനെ നമ്മൾ മൈസൂർ വഴി, അങ്ങനെ ബന്ദിപ്പൂർ മൈസൂർ വഴി അങ്ങനെ ബാംഗ്ലൂർ പോകാനുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിലത്തെ കാഴ്ചകളും കാണാം കേട്ടോ നമുക്ക്. അതുകൂടെ ഈ പോണ സമയത്ത് പറഞ്ഞാൽ നല്ല ഹെയർ പിന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നല്ല ഇതല്ലേ ഹെയർ പിന്ന് കൂടെ ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ പോണ സമയത്ത് ഈ ചുരം കയറുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ നിലമ്പൂർ വിട്ടു, ടൗണൊക്കെ വിട്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരത്തിൽ നാടുകാണി ചുരം കയറാൻ പോവുകയാണ്. അതാ കയറി ഓൾമോസ്റ്റ് പറയാം കയറി. അപ്പോൾ ഇവിടെ ഈ പോണ വഴിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനയുടെയൊക്കെ അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആന ലെവൽ ക്രോസിംഗ്, എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആദ്യത്തെ ആ ഒരു ഇതിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കാണ് ഇനിയിപ്പോൾ കാണുമില്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെ കാണുന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ പറയണത് നല്ല അടിപൊളി ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഒരാളും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കാരണം ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. കാരണം ഫോറസ്റ്റ് ഏരിയ കൂടെ ഒക്കെ പോകുമ്പോൾ കാട്ടിലുള്ള യാത്ര, നല്ല ഫ്രഷ് എയർ കൊണ്ടുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഇവിടുത്തെയൊക്കെ ടെൻഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ നമുക്ക് ജോലിയിൽ നിന്ന് എല്ലാം റിലാക്സേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഫ്രഷ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട്, ഇത് പാർട്ടായിട്ടാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് പാർട്ടാണ്. ഇനി സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.